ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, നാളിതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അത് അറിഞ്ഞുകൊണ്ടുള്ളതുമാവാം, അറിയാതെ പറ്റുന്നതുമാവാം. എന്തു തന്നെയായാലും തെറ്റ് ചെയ്താൽ അതിന് നിർമ്മല ചിത്തത്തോടുകൂടി പ്രായശ്ചിത്തം ചെയ്ത് ആ തെറ്റ് ചെയ്തതിലൂടെ ഉണ്ടായ പാപത്തിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നതാണ്. ഗുരുവിനോട് ചെയ്തു പോയ തെറ്റിന് ഉമിത്തിയിൽ എരിഞ്ഞടങ്ങിയ ശിഷ്യന്മാരുള്ള നാടാണ് ഭാരതം. നമ്മുടെ ഇന്നത്തെ അധ്യായത്തിൽ അരുവിപ്പുറത്തെ പ്രായശ്ചിത്ത കിണറിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. കഠിനമായ വേനൽക്കാലം എത്തിയതോടെ നെയ്യാറ് വറ്റി വരണ്ടു. പുഴയുടെ ഒരു ഭാഗത്ത് കൂടി അല്പം നീരൊഴുക്കുണ്ടായിരുന്നു. ആ ജലവും അത്ര ശുദ്ധിയുണ്ടായിരുന്നില്ല. അരുവിപ്പുറം പുഴയിലെ ജലമെടുത്തായിരുന്നു ക്ഷേത്രത്തിലെ പൂജകൾ നടത്തിപ്പോന്നിരുന്നത്. മലിനമായ ജലം ആയതുകൊണ്ട് തന്നെ ഭൈരവൻ ശാന്തി മനസ്സില്ലാ മനസ്സോടെയാണ് ആ ജലം പൂജയ്ക്കായി എടുത്തു പോന്നത്. തൃപ്പാദങ്ങൾ ഈ അവസരത്തിൽ ശുദ്ധജലത്തിനുള്ള മാർഗം തെളിക്കാത്തതിൽ ഭൈരവൻ ശാന്തിക്ക് ഗുരുവിന്മേൽ അല്പം നീരസം ഉണ്ടായി. എല്ലാം അറിയുന്ന മഹാഗുരുവിന് കാര്യങ്ങൾ പിടികിട്ടി. എന്താ, ഭൈരവൻ ഇന്ന് ഭയങ്കര അസ്വസ്ഥനാണല്ലോ, നമുക്കും വേണമല്ലേ ഒരു തീർത്ഥകുളം എന്ന് മഹാഗുരു ഭൈരവൻ ശാന്തിയോട് എടുത്തു ചോദിക്കുകയും ചെയ്തു. പുഴയിലെ ജലം ആകെ മലിനമായിരിക്കുന്നു എന്ന് ഭൈരവൻ ശാന്തി മറുപടിയും പറഞ്ഞു. ഇക്കാര്യം മുൻപേ സൂചിപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഭൈരവനോട് ഗുരു ചോദിച്ചു. മുൻപേ അറിയുമായിരുന്നുവെങ്കിൽ നമുക്ക് പരിഹാരമുണ്ടാക്കാമായിരുന്നല്ലോ എന്ന് ഗുരു പറഞ്ഞു. അതെങ്ങനെയെന്ന് ഭൈരവൻ ശാന്തി ഗുരുവിനോട് ചോദിച്ചു. അതിന് മറുപടിയായി ഗുരു ഇങ്ങനെ പറഞ്ഞു: തിരുവനന്തപുരത്തേക്ക് പോകുവാൻ ആരെങ്കിലുമുണ്ടോ? താൻ പോകാമെന്ന് ഭൈരവൻ ശാന്തി പറഞ്ഞെങ്കിലും പൂജ മുടങ്ങും എന്ന കാരണത്താൽ ഭൈരവനെ കാര്യത്തിന് വിട്ടില്ല. തിരുവനന്തപുരത്ത് പേട്ടയിൽ പോയി രാമൻ ഓവർസിയറെ നേരിൽ കണ്ട് കാര്യം പറഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് മഹാഗുരു പറഞ്ഞു. ആരാണ് സ്വാമി ഈ രാമൻ ഓവർസിയർ എന്ന് ഭൈരവൻ ശാന്തി ഗുരുവിനോട് ചോദിച്ചു. പേച്ചിപ്പാറ ഡാമിൻ്റെ കോൺട്രാക്റ്റ് പിടിച്ച ആളാണ് എന്ന് ഗുരു പറയുകയും ചെയ്തു. ഡാമിൻ്റെ പണികൾക്കായി ആളെ കൂട്ടി അവിടെ പലതവണ പോയെങ്കിലും അപകടം പിണഞ്ഞതും മലമ്പനി പിടിപെട്ടും അനവധി ആളുകൾ മരണമടഞ്ഞു. അതിനാൽ ഡാമിൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവാത്ത വിധം രാമൻ ഓവർസിയർ നന്നേ കുഴങ്ങിയിരുന്നു. ഈ അവസരത്തിൽ അദ്ദേഹം തൃപാദങ്ങളെ കാണുവാൻ അരുവിപ്പുറത്തെത്തുകയും ചെയ്തു. ഗുരു അപ്പോൾ ശിവഗിരിയിലായിരുന്നു. അതിനാൽ രാമൻ ഓവർസിയർ അരുവിപ്പുറത്തെ ഗുരുവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ സങ്കടം ഉണർത്തിച്ചു. ഡാമിൻ്റെ കോൺട്രാക്റ്റ് പണി മുടക്കം വരാതെ മുൻപോട്ട് നീങ്ങിയാൽ ഒരു തീർത്ഥകുളം തീർത്തു തരാമെന്ന് നേരുകയും ചെയ്തു. അതിനുശേഷം ഡാമിൻ്റെ പണി വളരെ ഭംഗിയായി തീരുകയും ചെയ്തു. നീണ്ട കാലയളവ് കൊണ്ട് രാമൻ ഗുരുവിനോട് ചെയ്ത പ്രതിജ്ഞ മറന്നുപോവുകയും ചെയ്തു. ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി, ഒന്നിനു പകരം 2 കിണർ രാമൻ കുത്തിത്തരും എന്ന് മഹാഗുരു പറയുകയും ചെയ്തു. ഈ ആവശ്യത്തിലേക്കായി ഭൈരവൻ ശാന്തി 2 പേരെ തിരുവനന്തപുരത്തിന് പറഞ്ഞുവിടുകയും ചെയ്തു. അവർ ചെന്ന് കാര്യങ്ങൾ രാമൻ ഓവർസിയറെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ രാമൻ ഓവർസിയർക്ക് കാര്യങ്ങൾ ഓർമ്മ വന്നു തുടങ്ങി. അപ്പോഴും ഒരു സന്ദേഹം ബാക്കിയായി നിൽക്കുന്നു. എന്തെന്നാൽ താൻ സങ്കടമുണർത്തിച്ചത് ഗുരുവിൻ്റെ ഫോട്ടോയിലാണ്. എന്നാൽ മഹാഗുരു അതും അറിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ രാമൻ ഓവർസിയർ ആളും ആയുധങ്ങളുമായി അരുവിപ്പുറത്തെത്തുകയും ഗുരുവിനെ കണ്ട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. മറവി കൊണ്ട് സംഭവിച്ച തെറ്റാണ്, പൊറുക്കണം മഹാഗുരുവേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഗുരു ഒരു മന്ദഹാസം തൂകി നിൽക്കുക മാത്രമാണുണ്ടായത്. രാമൻ ഒരു കിണറിനു പകരം 2 കിണർ കുഴിച്ച് നൽകുകയും ചെയ്തു. അതിൽ ഒരു കിണർ മറവിയുടെ പ്രായശ്ചിത്തമായാണ് രാമൻ സമർപ്പിച്ചത്. അതുകൊണ്ട് ആ കിണറിനെ പ്രായശ്ചിത്ത കിണർ എന്ന് അറിയപ്പെട്ടു വരുന്നു. സാരാംശം: തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. അത് മനസ്സിലാക്കി തിരുത്തുമ്പോഴാണ് അവൻ കളങ്കമറ്റവനായി ഒരു പടി കൂടി ഉയരുന്നത്.
എല്ലാവർക്കും സൽചിത്തത്തോടെയുള്ള നല്ല ഗുരുഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.